എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ബന്ധം തകർന്നുപോയിട്ടുണ്ടോ? അത് വിവാഹബന്ധമാകാം, സൗഹൃദമാകാം, അല്ലെങ്കിൽ കുടുംബബന്ധമാകാം. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ബന്ധങ്ങൾ തകരുമ്പോൾ ഉണ്ടാകുന്ന വേദന സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എല്ലാം എന്റെ തെറ്റാണോ? ഞാൻ എന്തു ചെയ്യണമായിരുന്നു? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ച കൃഷ്ണൻ ബന്ധങ്ങൾ തകരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട 3 നിയമങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ നിയമങ്ങൾ ഒരു മന്ത്രം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ തകർന്ന ബന്ധങ്ങൾ പോലും ശാന്തമാക്കാനും മനസ്സിലെ വേദന ഇല്ലാതാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ 3 നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. മനസ്സിലാക്കുക, അത് നിന്റെ കർമ്മഫലമല്ല. നമ്മൾ ബന്ധങ്ങൾ തകരുമ്പോൾ ആദ്യം ചെയ്യുന്നത് സ്വയം കുറ്റപ്പെടുത്തുകയാണ്. എല്ലാം എന്റെ തെറ്റാണ്, എന്റെ ഭാഗ്യദോഷം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. കൃഷ്ണൻ ഈ നിയമത്തിൽ നമ്മോട് പറയുന്നത് ഇതാണ്: ഒരു വ്യക്തിയുടെ സന്തോഷമോ ദുഃഖമോ നിങ്ങളുടെ മാത്രം കർമ്മഫലമല്ല. ബന്ധങ്ങൾ എന്നത് 2 വ്യക്തികളുടെ കർമ്മമാണ്. ഒരാൾ എത്ര നന്നായി പെരുമാറിയാലും മറ്റേ വ്യക്തിക്ക് അവരുടെ കർമ്മഫലം അനുഭവിക്കേണ്ടിവരും. അതുകൊണ്ട് തകർന്ന ഒരു ബന്ധത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും നിങ്ങൾ ഏറ്റെടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ധർമ്മം സത്യസന്ധമായി ചെയ്തുവെങ്കിൽ ആ ഫലം ഈശ്വരന് സമർപ്പിക്കുക. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. 2. മാറ്റാൻ ശ്രമിക്കരുത്, ഉൾക്കൊള്ളുക. നമ്മൾ ബന്ധങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് പങ്കാളിയെയോ സുഹൃത്തിനെയോ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. കൃഷ്ണൻ പഠിപ്പിക്കുന്നു, പ്രകൃതിയെ മാറ്റാൻ ശ്രമിക്കരുത്. ഓരോ വ്യക്തിയും അവരവരുടെ പ്രകൃതിയനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയെ മാറ്റാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: അവരെ അവരുടെ കുറവുകളോടും പോരായ്മകളോടും കൂടി ഉൾക്കൊള്ളുക. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് വേദനയില്ലാതെ മാറി നിൽക്കുക. മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഉൾക്കൊള്ളുക എന്നതാണ് ശാന്തമായ ബന്ധത്തിന്റെ അടിസ്ഥാനം. 3. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടാൻ ഉള്ളത് തന്നെയാണ്. ഇതാണ് ഏറ്റവും പ്രയാസമേറിയ നിയമം. ഒരു ബന്ധം അവസാനിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കരയുന്നത് അതിനെ നഷ്ടപ്പെട്ടതിലാണ്. കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടേതല്ലാത്തതൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടേതായത് ഒന്നും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയുമില്ല. ഈ ലോകത്തിലെ ഒന്നും ശാശ്വതമല്ല. ബന്ധങ്ങൾ, ധനം, ശരീരമെല്ലാം ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം നമ്മോടൊപ്പമുള്ളതാണ്. ഒരു ബന്ധം അവസാനിക്കുമ്പോൾ അതിന്റെ കാലയളവ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. അവിടെ ഇരുന്നുകൊണ്ട് കരയരുത്. അത് നഷ്ടപ്പെടാനുള്ളതായിരുന്നു. അതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയുള്ള ജീവിതയാത്രയിൽ അത് ശ്രദ്ധിക്കുക. പ്രിയഭക്തരെ, നിങ്ങളുടെ ബന്ധങ്ങൾ തകരുമ്പോൾ കരയരുത്. പകരം ഈ 3 നിയമങ്ങളെ ഒരു മന്ത്രം പോലെ മനസ്സിൽ സൂക്ഷിക്കുക. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കരുത്. നഷ്ടപ്പെട്ടതിനെ സമാധാനത്തോടെ സ്വീകരിക്കുക. ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ മനസ്സിൽ ശാന്തത വരും. നിങ്ങളുടെ ഹൃദയം നിറച്ചുകൊണ്ട് കൃഷ്ണൻ നിങ്ങളോട് പറയുന്നു, ദുഃഖിക്കരുത്. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നീ നിന്റെ ധർമ്മം മാത്രം ചെയ്യുക. ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ. നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും കൃഷ്ണന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ. ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക. ഹരേ കൃഷ്ണ.